നമ്മൾ ചെയ്തു കൊടുക്കുന്ന പല ഡിസൈൻസ്, പല വർക്കുകൾ, നമ്മുടെ പ്രൊജക്റ്റുകൾ ഇതുപോലെ പത്രങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ വരുമ്പോൾ ആ ഒരു കിട്ടുന്ന ഒരു സന്തോഷം ഒരു ഡിഫറെന്റ് ഫീലാണ് എനിക്കത്. രണ്ടാളും കൂടി സ്കൂളിൽ പോകാൻ പോവാണ് അല്ലേ? പോണില്ലേ? ചൊത്തം പോണില്ലേ? പോവോ? പോവില്ലേ? ഇത് കാട്ടണം. അതിന് ഈ തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കുത്തു അറിയില്ലേ? ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇന്നിപ്പോ വാവക്കുട്ടിയും അമ്മും ഇവിടെ ഇല്ല, അവരിപ്പോ വൈഫിന്റെ വീട്ടിലാണ്. ഇന്നലെ അവിടേക്ക് പോയതാണ് ബുക്ക് പ്രകാശനത്തിന്റെ ഭാഗമായിട്ട്. പിന്നെ അവരവിടെ തന്നെ നിന്നു, ഞാൻ അങ്ങോട്ട് തിരിച്ചു പോന്നു. ഇവിടെ അമ്മ മാത്രമല്ലേ ഉള്ളൂ. ഇന്നിപ്പോ രാവിലെ അവർ രണ്ടുപേരും ഒരു 11-12 മണി ആകുമ്പോഴേക്ക് തിരിച്ചു വരും. കാരണം അവർക്ക് സ്കൂളിൽ പോകണം. കാരണം സ്കൂൾ പെൻഡാവാറായി, പരീക്ഷയുടെ അടുത്തെത്തി. ഇനിയിപ്പോൾ അവർക്ക് ചുമ്മാ ലീവ് എടുത്തിരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അവർ വരട്ടെ, അവരെ സ്കൂളിൽ കൊണ്ടാക്കണം. അതിന് മുമ്പ് എനിക്കിപ്പോൾ ഞാൻ ചെയ്തു കൊടുത്ത ഒരു പോസ്റ്റർ, ഒരു A3 പോസ്റ്റർ, അത് ഇന്നിപ്പോൾ ന്യൂസ് പേപ്പറിൽ വന്നിട്ടുണ്ട്, മാതൃഭൂമിയുടെ. അപ്പം ഞാൻ ചുമ്മാ അത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനകത്ത് ഈ കാണുന്ന ഈ പോസ്റ്റർ ഞാൻ ചെയ്തു കൊടുത്തതാണ്. ഇതിപ്പോൾ ഇന്നത്തെ മാതൃഭൂമി ഓൺലൈൻ പത്രത്തിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ ചെയ്തു കൊടുക്കുന്ന പല ഡിസൈൻസ്, പല വർക്കുകൾ, നമ്മുടെ പ്രൊജക്റ്റുകൾ ഇതുപോലെ പത്രങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ വരുമ്പോൾ ആ ഒരു കിട്ടുന്ന ഒരു സന്തോഷം ഒരു ഡിഫറെന്റ് ഫീലാണ് എനിക്കത്. കാരണം എനിക്കിതൊക്കെ വല്ലപ്പോഴും മാത്രമേ നടക്കാറുള്ളൂ. ഞാൻ ചെയ്യുന്ന എല്ലാ ഡിസൈൻസും അല്ലെങ്കിൽ എല്ലാ വർക്കുകളും ഇതുപോലെ അംഗീകാരം അല്ലെങ്കിൽ ഇതുപോലുള്ള ലെവലിലേക്ക് ശ്രദ്ധിക്കപ്പെടാറില്ല. ഇത് വല്ലാത്തൊരു സന്തോഷം നൽകുന്നുണ്ട്. ഇതുപോലെ ഈ വർക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഡിസൈൻസ് ഒക്കെ ഇനിയും ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്ന് തോന്നിക്കുന്ന അല്ലെങ്കിൽ അതിന് മോട്ടിവേറ്റ് ചെയ്യുന്ന ഘടകങ്ങളാണ് ഇതുപോലത്തെ കാര്യങ്ങൾ. അങ്ങനെ വാവക്കുട്ടി ഇതാ വന്നിരിക്കുകയാണ്, മുത്തശ്ശിത കാത്തിരിക്കുകയാണ്, വാവക്കുട്ടിയെ കാത്തിരിക്കുകയാണ്. വന്നിട്ട് തെറ്റി നിൽക്കുകയാണോ? ഇപ്പൊ ഇതാ വാവക്കുട്ടി അമ്മും കൂടി സ്കൂളിലേക്ക് പോകാൻ പോവാണ്. രണ്ടാൾക്ക് യൂണിഫോം ഇടേണ്ടി വരും അല്ലേ? രണ്ടാളും കൂടി സ്കൂളിൽ പോകാൻ പോവാണ് അല്ലേ? പോണില്ലേ? ചൊത്തം പോണില്ലേ? പോവോ? പോവില്ലേ? പോണില്ലേ? എത്ര എന്താ രാവിലെ പോണെന്ന് പറഞ്ഞിരുന്നില്ലേ? ഇപ്പൊ എന്ത് പറ്റി? ഇതേ രാവിലെ പോണെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ അവിടുന്ന് പോകുന്നത് തന്നെ. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ പോന്നാൽ മതിയല്ലോ. ഇപ്പൊ പോണില്ല അത്ര. അവൾക്ക് അവളുടെ കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് കളിക്കണം, സ്കൂളിൽ കളിക്കണം എന്നൊക്കെ പറഞ്ഞ് ഹാപ്പി ആയിട്ട് ഇരുന്നിരുന്നതാ. ഇപ്പൊ കാല് മാറി. ഇനിയിപ്പോ രണ്ടാളെ സ്കൂളിൽ കൊണ്ടാക്കണം. കാരണം ലീവ് എടുക്കാൻ പാടില്ല, എക്സാം എടുത്തില്ല എന്ന് മിസ് പറഞ്ഞിട്ടുണ്ട് സ്കൂളിൽ നിന്ന്. അപ്പൊ പിന്നെ എന്തായാലും കൊണ്ടാക്കിയേ പറ്റുള്ളൂ, കുട്ടീനെ അടക്കം. Good morning guys, welcome to your vlog. സാധാരണ 8:30 പോകുന്ന ആൾക്കാരാണ്. ഇന്നിപ്പോൾ ഇറങ്ങാൻ പോകുന്ന നേരം എന്ന് പറയുന്നത് 12 മണിക്കാണ്. കാരണം ഇന്ന് വരാൻ അവർ വൈകിയല്ലോ. ഇന്ന് കുട്ടി അമ്മയൊക്കെ അവിടുന്ന് വരുമ്പോൾ തന്നെ ഫുഡും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഫുഡും കൂടി എടുത്തിട്ടാണ് അവർ പോയിരിക്കുന്നത് സ്കൂളിലേക്ക്. അപ്പോൾ ഇവിടെ ചോറ് സാധനങ്ങളൊന്നും വെച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ അവിടെ ദോശ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കുള്ള ദോശ നമ്മളിവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കണം. ഇനിയിപ്പോൾ നാളെ വെക്കാൻ ചോറ്. വൈകുന്നേരം കുട്ടിക്കും എല്ലാവർക്കും ദോശ കൊടുക്കാമല്ലോ. വെറുതെ എന്തിനാ കഴിക്കാണ്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കിയിട്ട് നശിപ്പിക്കണം. ഇന്ന് അമ്മയ്ക്കും മകൾക്കും ഒപ്പാണ് സ്കൂള് വിടുക. 4:30 പോയിട്ട് കൊണ്ടുവരാൻ പോട്ടെ. നല്ല വെയിലാ. ഏഴ് മണി ആയിട്ടുള്ളൂ. നമ്മുടെ ഡിന്നർ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വൈ ദിസ്? ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും, നോക്കണ്ട. കോമ്പിനേഷൻ ഞാൻ നോക്കില്ല. വെളിച്ചെണ്ണ, പച്ചമുളക്, ഉപ്പ്. ഇത് ചോറിലേക്കാ? വാവയ്ക്കുള്ളതാ? ഇയാൾക്കുള്ളതാ? ഇയാൾക്കുള്ളതാ? ഇത് ദോശക്കുള്ള? ഞാൻ പറഞ്ഞില്ല, ഞാൻ കോമ്പിനേഷൻ നോക്കില്ല. എനിക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി തരുമോ? ഇത് 2 പേർക്കും കൊടുക്കാം. ഇഷ്ടമുണ്ടെങ്കിൽ എടുത്തോ, ഇല്ലെങ്കിൽ ഞാൻ കഴിച്ചോളാം. ഭയങ്കര ശുണ്ടിയിലാണ് ഗൈസ്, ശുണ്ടിയിലാണ്, മൂക്കത്താണ് ശുണ്ടി. എൻ്റെ ഒരു പുതിയ ക്ലയൻറ്റ് വരുന്നുണ്ട്. ആളിവിടെ വഴി തെറ്റി നിൽക്കുന്നുണ്ട്. മൂപ്പരെ കൂട്ടിയിട്ട് വരട്ടെ. എന്തായാലും പെൻഡിങ് ആയിട്ടുള്ള പൈസകൾ കിട്ടിയില്ലെങ്കിലും ഇതുപോലുള്ള ആൾക്കാർ പുതിയ ക്ലയൻസിനെ കിട്ടുകയാണെങ്കിൽ നമുക്കിങ്ങനെ മേക്കപ്പ് ചെയ്തിട്ട് പോകാൻ പറ്റും. വഴി തെറ്റി വേറെ എവിടേക്കെങ്കിലും പോയോ എന്നാണ് ഇപ്പോൾ സംശയം.
ഇവിടെ എത്തേണ്ടതാണ്. ഇപ്പോൾ പറഞ്ഞത് കണക്കനുസരിച്ച് ലൊക്കേഷനായിട്ട് നമ്മളിവിടേക്ക് എത്തേണ്ടതാണ്. ആളിവിടെ എത്തിയിട്ടുണ്ട്, പക്ഷെ കറക്റ്റ് സ്ഥലം അറിയാത്തതുകൊണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുക. ഒരു 200-300 മീറ്റർ ഡിസ്റ്റൻസിലാണ്. പശുക്കളുടെ സംസ്ഥാന സമ്മേളനമാണ്. ഒരു ലോഡുണ്ട്, ദൂരെയൊക്കെ കാണാം. അങ്ങനെ കുട്ടിക്ക് വേണ്ടുന്ന എല്ലാ രീതിയിലുള്ള നട്ട്സ്, ഫ്രൂട്ട്സ് അല്ലേ, ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം വാങ്ങി സെറ്റാക്കി. ഇതൊക്കെ ഞാൻ ചെയ്തോളാം, അതൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തോളാം. ഞാനത് ഓഫ് ചെയ്താൽ ഞാൻ പറയാം. ഞാൻ എല്ലാം ഉണ്ട്. ഞാൻ എനിക്ക് ഒരു കാര്യം വേണം, ഓഫ് ചെയ്ത് ഞാൻ പറയാം. ഇപ്പം പറയില്ല, പറയണ്ട. ഓഫ് സ്ക്രീനിൽ പറഞ്ഞോളൂ, അത്രയ്ക്ക് സീക്രട്ട് ആണെങ്കിൽ. 10:30 മണിയായി. കുട്ടി ഇതാ ഉറങ്ങാൻ പോവാണ്. കുറച്ച് കഴിയുമ്പോഴേക്ക് കുട്ടി ഉറങ്ങും. ഇന്ന് നേരത്തെ ഉറങ്ങണ്ട മുതലാ. നാളെ സ്കൂളിൽ പോകണ്ടേ? ഇന്നെന്തേ വൈകി? നേരത്തെ ഉറങ്ങണ്ടേ? നാളെ സ്കൂളിൽ പോകേണ്ടതല്ലേ? എന്റെ വൈകി. അതും കൂടി അതിന്റെ അടുത്ത ട്യൂസ്ഡേ ലീവ് ഉണ്ട്. ട്യൂസ്ഡേ ലീവ് ഉണ്ട്. പൊളിക്കും ആവാ. നമ്മുടെ കാര്യം അച്ഛനറിയില്ല. അമ്മയ്ക്ക് എന്താ ലീവ് ഉണ്ടാവുക? അറിയില്ലല്ലോ. നോക്കേ, ഞാൻ ഇവിടെ കിടക്കട്ടോ. അപ്പൊ അമ്മ ഇവിടെ അല്ല കിടക്കുന്നത്, അപ്പൊ അമ്മേനെ ചവിട്ടുക. അച്ഛൻ അവിടെ അല്ല കിടക്കുന്നത്, അപ്പൊ അച്ഛനെ ചവിട്ടില്ല. നടുവിൽ കിടന്നോ, അമ്മ അപ്പുറത്ത് കിടന്നോട്ടെ, അച്ഛൻ അപ്പുറത്തും കിടക്കാം. അപ്പോൾ നമുക്കിങ്ങനെ ഉരുണ്ട് കളിക്കാം. എന്നെ കൊണ്ട് കട്ടിൽ കിടത്തിയാലേ പേടിയാണ് വാവേ. ഉരുണ്ട് താഴെ എത്തി. അതിനും ഭേദം നമുക്കിങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കാം. എവിടെയും വീഴില്ലല്ലോ. നമ്മൾ താഴെ കിടക്കണതിന്റെ സീക്രട്ട് എന്താ? അയ്യോ, അതൊന്നും പറയാതിരിക്കാൻ നല്ലത്. അല്ല, നിലത്ത് വേണ്ടെന്ന് എഴുതിയിട്ടല്ലേ? എന്താ അമ്മ കാണിക്കുക? എങ്ങനെ കാണിച്ചേ? ചൊറിഞ്ഞ് കയറുകയാണ്. വൃത്തികെട്ട എക്സ്പ്രഷൻ ആയിരുന്നു അല്ലേ? ഇത് കളിക്കാനുള്ള സമയമല്ല, ഉറങ്ങാനുള്ള സമയമാണ്. കളിക്കാനുള്ള സമയമില്ല, ഉറങ്ങാനുള്ള സമയമാണ്. 10:30 ഇനി എപ്പോഴാ? എങ്ങനെയായിരുന്നു ഇന്നത്തെ സ്കൂൾ? ആവേ, രാത്രി 11 മണിക്ക് ചോദിക്കണുണ്ടല്ലേ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ സ്കൂളിന്ന്? സ്കൂള് പോലെ തന്നെ ഉണ്ടായിരുന്നു. നാളെ ചിരിച്ചാൽ മതിയോ? ഓർമ്മിപ്പിക്കണ്ട കേട്ടോ, സ്കൂളിൽ നിന്ന് വിളിച്ചോളാം. ഓർമ്മിപ്പിച്ചിട്ട് ഇനി ചിരി വന്നിരങ്ങൾക്ക് ഒന്ന് കിക്കിലാക്കിയാൽ മതി കേട്ടോ. അതന്നെ ഞാൻ കൊണ്ടുതന്നെ പോകണം കേട്ടോ. എന്നിട്ട് കൈയും കാലും ആവായിട്ട് കരയണം കേട്ടോ. ഇതാണ് ഇവിടെ സ്ഥിരമായിട്ട് നടക്കുന്നത്. എന്താ പറയാ, ഏപ്രിൽ വരെ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഏപ്രിൽ എന്ന് പറയുമ്പോ ഏപ്രിലോട് കൂടി ഉണ്ടാവോ? അങ്ങനെയാണെങ്കിൽ മെയ് മാസം മൊത്തം ലീവ് കിട്ടുമോ? അങ്ങനെ കിട്ടില്ല, 2 ആഴ്ച. ഞാൻ ഒരു 1-2 ആഴ്ച എക്സ്ട്രാ ചോദിക്കാൻ തരുമോ അറിയില്ല. പക്ഷെ വാവോട്ടിക്ക് മാത്രം 60 ഡേയ്സ് കിട്ടുന്നുണ്ട്. അവർക്ക് കിട്ടും, സ്റ്റുഡൻസിനെ കിട്ടും, ടീച്ചേഴ്സിനെ കഥ ഞാൻ പറയും. ബട്ട് കോളേജ് ആണെങ്കിൽ 2 months ലീവാ. കോളേജില് നമ്മള് ഏപ്രില് കുറെ സ്ഥലങ്ങളിലേക്ക് ഓൺലൈനായിട്ട് അയക്കാഞ്ഞിപ്പോ പോയി കൊടുക്കാനൊന്നും വയ്യ. അപ്പൊ നല്ല ഇടങ്ങാറാണ്, നല്ല ബുദ്ധിമുട്ടാണ് പോയി കൊടുക്കലൊക്കെ. ഇത് എനിക്ക് വേണം, അല്ലെങ്കിൽ എനിക്ക് പുതപ്പെടുക്കും. ഇതെന്താ ഇത് വിരിച്ചിട്ട് അതിനെമാരെ ഇത് വിരിച്ചാല് ഞങ്ങക്ക് വേണ്ട എന്തെങ്കിലും പുതയ്ക്കാൻ? അത് ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് വെച്ചിട്ട് ശരി, മറ്റേത് തിരുമ്പാട്ടിരിക്കാണ്. അപ്പൊ അത് അറ്റ്ലീസ്റ്റ് ഇത് വിരിക്കുമ്പോ എങ്ങനെ അത് എടുത്ത് തന്നൂടെ? ഞാന് മറ്റേ ഇതിന്റെ മുകളില് മറ്റേ ആ ഒരു വെൽവെറ്റിന്റെ തന്നാ ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക്. അപ്പൊ ഞാൻ യൂസ് ചെയ്യാൻ പാടില്ല? എല്ലാവർക്കും യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ യൂസ് ചെയ്യുന്നില്ല, എല്ലാവർക്കും യൂസ് ചെയ്യാം. വലിയ മാറ്റല്ലേ എല്ലാവർക്കും. ഇത് വേണമെങ്കിൽ എടുത്തോ, ഈ വെൽവെറ്റ് എടുത്തോ, നല്ല സോഫ്റ്റാ. അതിങ്ങനെ മേത്തിട്ട് കഴിഞ്ഞാൽ തന്നെ ചൂട് എടുക്കണ്ട്. ഇതിപ്പോ മേത്തിട്ട് കഴിഞ്ഞാൽ തന്നെ ഉറക്കം വരുന്നു. അത്ര സോഫ്റ്റ് ആണ് സാധനം. ഒന്നത് എടുക്കത്തെ നമുക്ക് പുതയ്ക്കാം കേട്ടോ. ഇത് കാട്ടണോക്കെ ഇതിന് ഈ തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കുത്തുകാറിയില്ലേ? ഹലോ വാവേ, 10:30 മണിയായി, നമുക്കൊന്ന് ഉറങ്ങണ്ടേ? നല്ല ഉഷാറിലാന്ന് പോ. എന്താ ഉദ്ദേശം? മോതി കുത്തി പോകണോ? സാധാരണഗതിയിൽ ഇതൊക്കെയാണ് ഇവിടെ രാത്രി നടക്കുന്ന കാഴ്ചകള്. ഇവിടെ ആരും ഇത് കാണലില്ലല്ലോ, ഇതാരും ഇവിടെ കാണലില്ലല്ലോ ഈ പരിപാടികളൊന്നും. അല്ല, സാധാരണ ഇവള് നേരത്തെ ഉറക്കാറുണ്ട്. ഇന്നിപ്പോ അവള് ഉറങ്ങിയില്ലെങ്കിൽ അതൊക്കെയാണ് അവസ്ഥ.
ഉറങ്ങിയില്ലെങ്കിൽ കളിയാണ്. നേരത്തെ ഉറങ്ങും, 9-9:30 ഉറങ്ങാറുണ്ട്. ഇപ്പോൾ പിന്നെ അവള് ഈ കക്കൂസൊക്കെ പോയി അതിലെല്ലാം സമയമായി, അങ്ങനെ വന്നതാണ്. കോൺസ്റ്റിപ്പേഷൻ്റെ പ്രോബ്ലം ഇവൾക്ക് ഇനി മാറുന്നില്ല. കഴിക്കുന്നുണ്ട് കേട്ടോ, ഇല്ലയെന്നും പറയാൻ വയ്യ. അത് മാറാൻ എനിക്കും ഉണ്ടായിരുന്നു ചെറുപ്പത്ത്. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യൂ, വേറെ വീട്ടിലും കാണാം. ബൈ. ബൈ.